ആട് 3യുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ 3 മിനിറ്റ് ഉണ്ട്, പക്ഷേ കാണുമ്പോൾ പടപടയെന്ന് അങ്ങ് പോയി. തുടക്കത്തിലെ പാസ്റ്റ് ടൈമിലെ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ കോമഡി ടു ട്രാജഡി ആയെന്ന് ചിന്തിച്ചു. പക്ഷേ ഈ ഒരു സീൻ കണ്ടപ്പോൾ സമാധാനമായി. പാസ്റ്റിലും പ്രസൻറ്റിലും ആ ഒരു പാലത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. അതായത് പാസ്റ്റിൽ ഒരു വലിയ നിധിപ്പെട്ടി കിട്ടിയപ്പോൾ ഷാജിരാജാവ് ആ പാലത്തിനടിയിൽ കൊണ്ട് കുഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രസൻറ്റിലെ ഷാജി പാപ്പന് അത് ഓർമ്മ വരും. അങ്ങനെ പാപ്പനും പിള്ളേരും അത് പൊളിക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടികളൊക്കെ ആയിരിക്കും. അതിന് തടസ്സങ്ങളായി കുറേ പ്രശ്നങ്ങളൊക്കെ കയറി വരും. പിന്നെ ഫ്യൂച്ചർ സിനിമയിൽ കാണിക്കുന്നില്ല, ചിലപ്പോൾ ക്ലൈമാക്സിലായിരിക്കാം ഫ്യൂച്ചർ റെഫറൻസ് ഉണ്ടാവും. എന്തായാലും ആട് 3 പാർട്ട് 1 ലാസ്റ്റ് റൈഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം കൂടി ഉണ്ടാവും. അതായത് ആട് 4ഉം എന്തായാലും തിയേറ്ററിലേക്ക് എത്തും. അതിൽ ഫ്യൂച്ചർ പരിപാടികളായിരിക്കും. ട്രെയിലർ നോക്കി കഴിഞ്ഞാൽ അബ്ബൊക്കെ ഫുള്ള് കലിപ്പ് മൂടാണ്. പാസ്റ്റിലും പ്രസൻറ്റിലും. പിന്നെ ഡ്യൂഡ് പുള്ളി തകർക്കുന്നുള്ളത് ഒരു സംശയം വേണ്ട. വീണ്ടും ഒരു തട്ടുകടയിൽ പണിയെടുക്കുന്നൊക്കെ കാണാനുണ്ട്. അപ്പോൾ ആ ഒരു നിധി എടുക്കാൻ പാപ്പൻ ടീമും ഡ്യൂഡ് ടീമും സേവിയർ ടീമും പിന്നെ ലാറ എന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. ഇവർ പിടിക്കാൻ നമ്മുടെ ഷമീറും ഉണ്ടായിരിക്കും. പടം അതിൽ കോമഡി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാര്യം കോമഡി എടുക്കുന്ന ഒരു കുറവില്ലാത്തത് നമുക്ക് ആ ഒരു ചില ഷോട്ടുകൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറേ കോമഡിയൊക്കെ കുത്തിക്കഴിഞ്ഞ് പക്ക ഫൺ എൻ്റർടൈനർ പടമായിരിക്കും. ചിലപ്പോൾ ആ പാലത്തിൻ്റെ ഇപ്പുറത്ത് പാസ്റ്റും അപ്പുറത്ത് പ്രസൻറ്റും ആണെങ്കിലോ പറയാൻ പറ്റൂല. പുതിയ ഒരുപാട് ട്രെൻഡ് പടം കൊണ്ടുവരുന്നതിൽ സംശയം വേണ്ട. പിന്നെ കൈപ്പറം കുഞ്ഞപ്പൻ്റെ കൈ ഇത്തവണ അപ്പോൾ വെട്ടിയിരിക്കും. അതേപോലെ ഒരു വലിയൊരു മടലം പിടിച്ചിരിക്കും, ഒരു വലിയൊരു കത്തിയും പിടിച്ചിരിക്കുന്നൊരു ഷോട്ടുണ്ട്. നമ്മുടെ പുകയും വലിച്ചൊരു പുക വിടുന്ന ഒരു ഷോട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഡോളറുമായിട്ട് ക്ലീറ്റസ് പോലീസ് പൊക്കിയപ്പോൾ മൂപ്പരാൾ അവിടെ ഇരുന്ന് നല്ല തള്ളു എഴുതുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു തള്ളായിരിക്കും പടം. പുള്ളി പറയുന്ന കഥയ്ക്കായിരിക്കും പടം, പുള്ളിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ കഥ തുടങ്ങുന്നത്. ഒരേ ഒരു വിഷമം, ഫുക്രു ട്രെയിലറിൽ സൈലൻ്റ് ആണെങ്കിലും പടത്തിലെങ്ങാനും ചെങ്ങൈക്കരി ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ഇനി പടത്തിലെന്താവോ എന്തോ. അതുപോലെ തന്നെ പി ശശി പുള്ളിയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് സേവിയർ, എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഇനി ഏതെങ്കിലും ക്യാമിയോസൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, നമ്മളെന്നാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, ഏത് കാലഘട്ടത്തിൽ പോയാലും ഇവന്മാർ നേരെ ഒരു മാറ്റമില്ല. പിന്നെ ഒരു ടൈമിൽ ഒരു ആധുനിക സിസ്റ്റം ഘടിപ്പിച്ച ഒരു ഭരണം കൂടെ കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അതായിരിക്കും ടൈം ട്രാവൽ മെഷീൻ, അല്ലെങ്കിൽ പാപ്പൻ്റെ നടുവേദനയ്ക്കുള്ള പരിഹാരം. അത് ഫ്യൂച്ചറിൽ നിന്ന് കൊണ്ടുവന്നതാവാം. പിന്നെ ക്ലൈമാക്സിൽ വിനായകൻ പറയുന്നൊരു ഡയലോഗുണ്ട്, കം ടു ഡാഡി. ഇതാർക്കുള്ളതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ടോക്സിക്കിനുള്ളതാണത്. പിന്നെ ഇത് ക്ലൈമാക്സ് സീനായിരിക്കാനാണ് സാധ്യത. കാരണം ആ ഒരു ഇതിന് ശേഷം ഷാജി പാപ്പൻ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട്. അത് ഡ്യൂഡിൻ്റെ സെയിം ലൊക്കേഷനാണ് ഷാജി പാപ്പൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഷാജി പാപ്പന് ഓപ്പോസിറ്റ് ഡ്യൂഡും ഗ്യാങ്ങും അവിടെ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലൈമാക്സിനോട് അടുത്ത് വരുന്നൊരു ഫൈറ്റ് ആയിരിക്കാം. പിന്നെ ഈ ഒരു സീനിൽ സേവിയർ തോക്കും ചൂണ്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ പാപ്പൻ്റെ ഗ്യാങ്ങിൽ 3-4 പിള്ളേരെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവരെ തട്ടിക്കൊണ്ട് വന്നതായിരിക്കാം. എന്തായാലും എങ്ങനെ ലെവലത് വരട്ടെ. പിന്നെ സേവിയറിൻ്റെ കീഴിലാണ് ആ ഒരു പാലം പണിയുടെ സീൻ കാണിക്കുന്നത്. അതായത് പുള്ളിയുടെ കീഴിലാണ് ഒരു പാലം അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കോൺട്രാക്ടറായിട്ടാണ് നമ്മുടെ വിജയ് ബാബു, അതായത് നമ്മുടെ സർബത്ത് ഷമീറിൻ്റെ ആ ഒരു പാസിലെ ക്യാരക്ടർ വരുന്നത് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും പടം തൂക്കുന്ന തരത്തിൽ ഒരു സംശയമാണ്. നല്ല രീതിയിൽ ഓപ്പണിംഗ് കളിച്ച് ശ്രമിക്കുക കാണാൻ സാധ്യതയുണ്ട്. 100 കോടി തൂക്കുന്ന തരത്തിൽ ഒരു സംശയമില്ല. അത് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ. പ്രത്യേകിച്ച് ഡീകോഡ് ചെയ്യാൻ മാത്രമൊന്നും നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ ഒരു കോമഡി ഫൺ ലെവലാണ് പോകുന്നത്. ടൈം ട്രാവൽ ആണെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. അപ്പോൾ ഏത് ലെവലിൽ ഇനി വരുമെന്നുള്ളത് നമുക്ക് പടം കണ്ടു തന്നെ അറിയണം. എന്തായാലും മാർച്ച് 19 റിലീസാണ്. പല വമ്പന്മാരും കൂടെ ഉണ്ട്. അവരൊന്നും പേടിക്കാതെ കട്ടക്കട്ടയ്ക്ക് നമ്മുടെ ഷാജിപ്പാപ്പനും പിള്ളേരും ഉണ്ട്. എന്നാലും ട്രെയിലർ കാണുമ്പോൾ സത്യത്തിൽ ട്രെയിലർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ട്രെയിലറാണ്, മികച്ച ട്രെയിലർ കട്ടാണ്. ഭയങ്കര കോമഡിയും അതുപോലെ BGM ഒക്കെ റീമിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മാർച്ച് 19 വേണ്ടി വെയിറ്റിംഗ് കാർഡ്. അടുത്ത അപ്ഡേറ്റുകൾ വരട്ടെ, അല്ലെങ്കിൽ മാർച്ച് 19 ഇപ്പോൾ വേറെ അപ്ഡേറ്റുകളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും മൊത്തത്തിൽ ഡീകോഡ് എടുക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞതന്നെ ഉള്ളൂ. നിങ്ങൾ പറയും നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ ഈ സിനിമയെ പറ്റി, അടുത്ത സിനിമ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പടം തൂക്കോ? മാർച്ച് 19 വരാൻ പോകുന്ന സിനിമകളിൽ ഏതായിരിക്കും ക്ലാഷ് വിന്നറാവുക? ടോക്സിക്കാണോ, നമ്മുടെ ഷാജിപ്പാപ്പൻ്റെ പിള്ളേർ ആടുതറിയാണോ, അതോ ദുരന്തറാണോ? അതായത് 3 സിനിമയും കേരളത്തിൽ നല്ല രീതിയിലുള്ള റിലീസ് ഉണ്ടായിരിക്കും. ആടുതറിയുടെ അത്ര ഇല്ലെങ്കിലും ദുരന്തര സിനിമ കേരളത്തിൽ ഹിറ്റായ സിനിമയാണ്. സിനിമ മലയാളത്തിലൂടെ റിലീസ് ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ വെല്ലുവിളികൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ ആടുതറി നമ്മുടെ പിള്ളേരിനെ തൂത്തുവാരുന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. എന്തായാലും ഇനി നമ്മുടെ ഫസ്റ്റ് സിംഗിൾ സിനിമയിൽ പാട്ടണമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു പാട്ടെല്ലാം ഇല്ലാണ്ടിരിക്കില്ല. നമ്മുടെ ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരും. അവിടെ നിന്ന് കേട്ട് വരട്ടെ. നമുക്ക് അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.